അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉമ്മാനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലെ ജോലി ഒഴിവാക്കിയിട്ട് ക്യാൻസറായ ഉമ്മയുടെ കൂടെ നിന്ന് ആ ഉമ്മാനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സൈനുൽ ആബിദ് എന്ന് പറയുന്ന ഒരു മുതഅല്ലിമ്, ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു. പടച്ച റബ്ബ് ആ മുതഅല്ലിമിൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും അല്ലാഹു ആക്കി കൊടുക്കട്ടെ. ഉമ്മാനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ജോലി ഒഴിവാക്കിയ ഒരു മുതഅല്ലിമ് എത്ര പ്രയാസത്തോടെയാണെന്നറിയോ ആ മനുഷ്യൻ്റെ ജീവിത നാളുകൾ കഴിഞ്ഞു പോയത്. ഒരു ജോലി എന്ന് പറയുന്നത് ഏത് മനുഷ്യൻ്റെയും പിടിവള്ളിയാണ്. അത് ഒഴിവാക്കിയത് ക്യാൻസറായ ഉമ്മ ബുദ്ധിമുട്ടുന്നത് കണ്ട് നിൽക്കാൻ ഒരു മനസ്സാക്ഷിയുള്ള ഒരു മകനെന്നോണം സൈനുൽ ആബിദ് എന്ന ആ മുതഅല്ലിമിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തൻ്റെ ജോലി ഇനി തനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കി ഉമ്മാൻ്റെ കൂടെ നിൽക്കുകയാണ്. പക്ഷേ പടച്ചോൻ്റെ വിധി മറ്റൊന്നായിരുന്നു. അള്ളാഹു ആ മനുഷ്യനെ നിശ്ചയിച്ച ആ ഒരു സമയം എത്തിയപ്പോൾ ഉമ്മാൻ്റെ മുമ്പ് ആ മോന് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉമ്മാക്കുള്ള ഏക അത്താണിയാണ് സൈനുൽ ആബിദ്. അള്ളാഹു ആ ഉമ്മാക്ക് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആ മോന് എത്ര ഭാഗ്യവാനാണെന്നറിയോ. ഉമ്മാനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കെ, ഒരു മുതഅല്ലിമായിരിക്കെ ഉമ്മാക്ക് വേണ്ടി ജോലി ഒഴിവാക്കിയ പൊന്നുമോന്. ഇതിലേറെ ആ ഒരു ചെറുപ്പക്കാരന് കിട്ടാവുന്ന സുഹൃതം വേറെ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കറിയോ, ഇതുപോലെയാണ് ബഹുമാനപ്പെട്ട ഉവൈസ് ബിനു ആമിറുൽ ഖർനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കൊക്കെ സുപരിചിതമാണല്ലോ. ഉമ്മാനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടക്കാരനായിരുന്നു. റസൂലുള്ള ജനിച്ച ആ ഒരു കാലത്തുള്ള മനുഷ്യനാണ് ഈ ഉവൈസ് റളിയല്ലാഹു അൻഹു. ഉവൈസ് ബിനു ആമിറുൽ ഖർനി എന്ന ആ മനുഷ്യൻ, ആ ഖറൻ ഗോത്രക്കാരനായ ആമിറിൻ്റെ മകനാണ് ഉവൈസ്. ആ ഉവൈസ് എന്ന മനുഷ്യൻ റസൂലുള്ളാഹിനെ കണ്ടിട്ട് പോലുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ മനുഷ്യൻ്റെ ഉമ്മാൻ്റെ കൂടെ ആ മനുഷ്യൻ നിൽക്കുകയാണ്. ഉമ്മാനെ നോക്കാൻ വേറെ ഒരാളുമില്ല. റസൂലുള്ളാഹിനെ കാണാൻ, ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് അങ്ങേയറ്റം കൽബിലുണ്ട് ആ മനുഷ്യന്. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് വരെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിൽ ജീവിച്ചു. എന്നിട്ട് ആ മനുഷ്യന് ഹബീബായ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ്റെ ദറജ എത്രത്തോളമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് തന്നെ ആ മനുഷ്യനെ കുറിച്ചിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെയല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നലെ വീട് മുഴുവൻ തേച്ച് കഴുകി വയ്യാത്ത ഉമ്മാനെ ചേർത്ത് പിടിച്ച് ആ ഉമ്മാനെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് ഇന്നിത് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര പോയി സൈനുൽ ആബിദ് എന്ന ആ ചെറുപ്പക്കാരൻ. ഒരുപാട് ദുരിതങ്ങളിലൂടെ യാത്ര പോയവനാണ്. ജീവിതകാലത്ത് ദുരിതങ്ങൾ മാത്രമാണ് അവന് കൂട്ടുണ്ടായിരുന്നത്. അറിയുന്നവരൊക്കെ പറഞ്ഞത് അങ്ങേയറ്റം പ്രയാസത്തിലാണ് ജീവിതമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പണം കൊണ്ട് ദരിദ്രനാണെങ്കിലും ഉമ്മ എന്ന സ്നേഹം കൊണ്ട് കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരനാണ് സൈനുൽ ആബിദ്. ഉമ്മമാരെ സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്നുള്ളൊരു തൗഫീഖാണത്. പല മക്കൾക്കും അത് കിട്ടാറില്ല. പലരോടും ഉമ്മാനെ ഒന്ന് സ്നേഹിച്ചൂടെ എന്ന് പറയുമ്പോൾ പലരും പറയാറുള്ളത് ജോലിയാണ്, അത് പോയാൽ ജീവിക്കാൻ ഒരു നിർവാഹവും ഇല്ല എന്നാണ്.
സൈനുൽ ആബിദ് ഉമ്മാക്ക് ക്യാൻസറാണ്, വേദനയാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ പള്ളിയിലെ ജോലി ആ ചെറുപ്പക്കാരൻ ഒഴിവാക്കുകയാണ്. കാരണം അതിനേക്കാൾ വലുത് എനിക്കെൻ്റെ ഉമ്മയാണ്. ആ ഉമ്മയാണ് എന്നെ ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് എന്നെ ചേർത്ത് പിടിച്ചത്, എന്നെ ലാളിച്ചത്. ആ ഉമ്മാക്കൊന്ന് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന ചിന്തയാകാം ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുക. സൈനുൽ ആബിദ് എന്ന ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ ഒരു പ്രയാസം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഉമ്മാൻ്റെ പ്രാർത്ഥന അതെന്നും കൂടെ ഉണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു അദ്ദേഹം ഒന്ന് വീഴാൻ പോയപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മൂസ ഇനി ജീവിതത്തിൽ അങ്ങോട്ട് ശ്രദ്ധിക്കണം, കാരണം ഉമ്മ കൂടെ ഇല്ല എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സൈനുൽ ആബിദ് എന്ന ആ മനുഷ്യൻ ഖബറിൽ കിടക്കുമ്പോൾ ഉമ്മാൻ്റെ കൽബിൽ ഏത് സമയവും തൻ്റെ പൈതലാണ്, തന്നെ ശുശ്രൂഷിച്ച തൻ്റെ മകനാണ്. ആ മകന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ ആരാരുമില്ലാത്ത ആ ഇരുളിൻ്റെ അറയിൽ കിടക്കുന്ന സൈനുൽ ആബിദ് എന്ന മകന് ഇനി വേറെ എന്താണ് ആവശ്യം? അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചൊരു സംഗതി ഉണ്ടല്ലോ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്നുള്ള ആ ഒരു കാര്യം. ആ ഉമ്മാൻ്റെ കാലിൻ്റെ അടി ചിലപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗം കാണാൻ കഴിയൂല. ആ വാക്കിൻ്റെ അർത്ഥം, പൊരുളെന്ന് പറയുന്നത് മാതാപിതാക്കളെ എത്രത്തോളം സന്തോഷത്തോടെ അവരെ ചേർത്ത് പിടിച്ച് അവരാവശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്തി അവരുടെ സ്നേഹവും കുരുത്തവും പൊരുത്തവും എത്രത്തോളം കരസ്ഥമാക്കുന്നോ അതിലാണ് അവൻ്റെ വിജയം. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗം ഉണ്ട് എന്നാണ് ആ ഒരു ഹദീസ്, ആ ഒരു വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു കാര്യം 100% നിറവേറ്റിയ ഒരു മുതഅല്ലിമാണ് സൈനുൽ ആബിദ് എന്ന ആ മനുഷ്യൻ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉമ്മാക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. കാരണം വല്ലാത്ത വേദനയാകും ഇപ്പോൾ കൽബിലുണ്ടാകുക. ഒരു ഭാഗത്ത് ക്യാൻസറിൻ്റെ വലിയ വേദന, മറുഭാഗത്ത് തൻ്റെ പൊന്നു മോനെ, തന്നെ ചേർത്ത് പിടിച്ച തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയ ആ പൈതല്, ഉമ്മ ജീവിച്ചിരിക്കെ ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞതിൻ്റെ വേദന മറുഭാഗത്ത്. സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് ആ ഒരു കാര്യം. അള്ളാഹു ആ ഉമ്മാക്ക് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആ മകനെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.